രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് നമുക്ക് കരഞ്ഞപ്പോൾ ക്ലാപ്സ് ആയിരുന്നു. അന്ന് ഞാൻ എൻ്റെ ക്യാമറാമാനോട് പറയായിരുന്നു, ഒരു ഹെലികോപ്റ്റർ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഐഫിൽ ടവർ. സിനിമ നല്ലതാണെങ്കിൽ ആരഭിനയിച്ചാലും അവർ ഓടും. അങ്ങനെ ഓടണം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് ഒരു നായകനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തൊരു സിനിമ നിൽക്കരുതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ സിനിമ നന്നായി വരാൻ സാധ്യതയുണ്ട്. മാസ് സാധനങ്ങൾ മാത്രം ചെയ്തിട്ട് ഹീറോ ആയിട്ട് നിലനിൽക്കണമെന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത്. അതാണ് കാതലിലെ ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ പുള്ളിക്കറിയാം. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് തൃശ്ശൂരിൽ. ഇപ്പോൾ വീണ്ടും സാറ് വരുന്നു. ഇപ്പോൾ വിവേകാനന്ദനാണെങ്കിൽ കൂടെ ഒരു പക്ക ന്യൂജൻ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ടേംസിൽ വരുന്നിട്ടുള്ള ഒരു ജോണർ. ശരിക്കും സാറ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഫോർ ദ റൈറ്റ് ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ശരിക്കും അല്ല, അതങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പേടിയാണ്. ആദ്യമാണ് വേറെ ഇതിൽ ഇപ്പോൾ ഈ കാലത്തിന് പറ്റുന്നൊരു സിനിമയാണോ, അല്ലെങ്കിൽ ഇത് പഴയ സിനിമയിലേക്ക് പോകുന്നുണ്ട്. ചില സിനിമകൾ നമ്മൾ പഴയ കാലത്തെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മളൊരു പുതിയ കാലത്ത് നിൽക്കുന്ന, പക്ഷേ പുതിയ കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൊസൈറ്റി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്, നമ്മുടെ ജീവിതം തന്നെ മാറിയിട്ടുണ്ട്. പുതിയ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ജീവിതം മൊത്തത്തിൽ മാറിയല്ലോ. ഈ കഥ ഒരു പക്ഷേ 10-20 വർഷമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ കഥയുണ്ടാവില്ല. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നടക്കുന്നൊരു കഥ തന്നെയാണ്, സംഭവിക്കുന്നൊരു കഥ തന്നെയാണ്. അതൊന്ന്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, സ്ത്രീവിരുദ്ധ സിനിമയിൽ ഇപ്പോൾ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ളൊരു കോൺഷ്യസ്, സ്ത്രീകൾക്ക് കുറച്ചുകൂടി സ്പേസ് സിനിമയിൽ വരാൻ തുടങ്ങി, അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സിനിമകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു വിഷയം നമ്മൾ ഈ സിനിമയിൽ വരണം. എന്നാൽ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലെ ആയ ഒരു സ്പെസിമനാണ് അയാൾ. അതുപോലുള്ള ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക്, പുരുഷന്മാരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ. അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഒരു പ്രമുഖ നടൻ ഈ പറഞ്ഞ പോലെ തന്നെ സാറിൻ്റെ ഇതിനു വേണ്ടി നടന്നു, അല്ലെങ്കിൽ ഡേറ്റിന് വേണ്ടി സാറ് ഇങ്ങനെ അപ്രോച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഷൈൻ ആയിരുന്നു ശരിക്കും സാർ കണ്ടിട്ടുള്ള ഒരു, അല്ലെങ്കിൽ സാർ ഇതേ സിനിമ തന്നെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? അല്ല, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്യേണ്ടിയിരുന്ന സിനിമ, ഈ സിനിമയ്ക്ക് പകരം ആദ്യം ചെയ്യേണ്ടിയിരുന്ന സിനിമ മറ്റൊന്നായിരുന്നു. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു, പ്രൊഡ്യൂസറൊക്കെ ഓക്കെ പറഞ്ഞു. അവർക്ക് ആഗ്രഹമുള്ളൊരു നടൻ, കാരണം വെച്ചാൽ നമുക്ക് ബിസിനസ് നടക്കണമല്ലോ, നടൻ്റെ പേര് പറയാനില്ല, ഒരിക്കലും അത് പഴയ നമ്മുടെ മെഗാസ്റ്റാറോ സൂപ്പർ സ്റ്റാറോ അല്ല, യങ്സ്റ്റർ ആയിട്ടുള്ള, അയാളുടെ പേര് ഞാൻ പറയാനില്ല, യങ്സ്റ്റർ ആയിട്ടുള്ള നടനാണ്. അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചു, അദ്ദേഹത്തിന് കഥ ഓക്കെ, അദ്ദേഹം ചെയ്യാമെന്നും പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യാം, 2-3 വർഷം വെയിറ്റ് ചെയ്യാം. പക്ഷെ അത് ഇന്ന സമയത്താണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇൻഡെഫിനിറ്റായിട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ പടത്തിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു തീം വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട്, എന്നെ സംബന്ധിച്ചുള്ളൊരു സ്ക്രിപ്റ്റ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ സംഭവിച്ചില്ലെങ്കിൽ, സിനിമയായില്ലെങ്കിൽ പിന്നെ ഒരു മടുപ്പ് വരും. കാരണം പിന്നീട് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു ആശങ്ക ഭയങ്കരമായിട്ട് വരുമ്പോഴാണ്, ആ ഒരു മടുപ്പ് പെട്ടെന്ന് വന്നപ്പോഴാണ് ഈ പുതിയ കഥയിലേക്ക് എനിക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിൽ ഇങ്ങനെ ഒരു കഥ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അതിന് ഷൈൻ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ആ നടനെ നമുക്ക് എന്തായാലും ഈ കഥാപാത്രമായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈനിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യം എത്തിയത്. ഷൈനിനെ ഉടനെ വിളിച്ചു. അപ്പോൾ അവന് ഓക്കെ പറഞ്ഞു, സാറ് പറഞ്ഞാൽ മതി, നമുക്ക് എപ്പോഴും ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പ്രൊഡ്യൂസറൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എല്ലാം സെറ്റായി അങ്ങനെ പെട്ടെന്ന് തുടങ്ങുകയാണ് ചെയ്തത്. ഇപ്പോഴും സാർ ഈ പറഞ്ഞ എല്ലാ സെറ്റ് ഓഫ് നായകന്മാരെ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട്, ഇപ്പോൾ ജയറാമിനെ വെച്ചിട്ട് ഒരു 12ഓളം സിനിമകൾ, മമ്മൂക്കലായിട്ട് അങ്ങനെ ഒരുപാട് നായകന്മാർ. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വളരെ കുറച്ച് നായകന്മാർക്ക് മാത്രമേ ഭയങ്കരമായിട്ടുള്ള ബിസിനസ് സാധ്യതകളുള്ളൂ എന്നാണ് പൊതുവെ ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസറടക്കം പറയുന്നത്. ശരിക്കും മലയാള സിനിമയിൽ നായകന്മാരുടെ ഒരു ക്ഷാമമുണ്ടോ? അല്ല, ബിസിനസ് കിട്ടുന്ന നായകന്മാർക്ക് ക്ഷാമമുണ്ട്, അത് സത്യമുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ 4-5 നായകന്മാർക്ക് മാത്രമേ ആ രീതിയിലുള്ള ബിസിനസ് നടക്കൂ. പ്രത്യേകിച്ച് OTT സാറ്റലൈറ്റൊക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ OTT സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് അത് വലിയ മാർക്കറ്റുള്ള നായകന്മാരെന്ന് പറഞ്ഞാൽ 4-5 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജനങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ജനങ്ങൾക്ക് അഭിനയിക്കാൻ അറിയുന്ന എല്ലാവരും ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് അങ്ങനെ ഒരു വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ നല്ലതാണെങ്കിൽ ആരഭിനയിച്ചാലും അവർ ഓടും. അങ്ങനെ ഓടണം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് ഒരു നായകനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തൊരു സിനിമ നിൽക്കരുതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നായകന്മാരുടെ എണ്ണം കൂടിയതുകൊണ്ട് സിനിമയുടെ ക്വാളിറ്റി നന്നാവണമെന്നില്ല. സിനിമയുടെ എണ്ണം കൂടുന്നതാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലാണ്ട് നായകന്മാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതല്ല. അല്ല, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ പോലൊരു റിസ്ക് സാർ ഇപ്പോഴാണെങ്കിൽ എടുക്കാൻ തയ്യാറാണോ? ഈ പറഞ്ഞ പോലെ എനിക്ക് വിരോധമൊന്നുമില്ല എടുക്കാനായിട്ട്. പക്ഷെ പഴയ മാതിരിയല്ല ഇപ്പോൾ ബിസിനസ് നടക്കണമെന്നുള്ളത് പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചോളം. കാരണം നമ്മളെന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ഈ സിനിമ നന്നായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഓടി വിജയമാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കും അതിൻ്റെ നിർമ്മാതാവിനും ഉണ്ടായിരുന്നു. കാരണം തിയേറ്ററിൽ നമുക്ക് അത്രയും ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അന്നത്തെ പുതുമുകളായിട്ട് സിനിമ ചെയ്യുമ്പോഴുള്ളൊരു ഇതായിരുന്നു, അഡ്വാൻറ്റേജ് അതായിരുന്നു. ആദ്യത്തെ ദിവസം ആളില്ലെങ്കിലും കുഴപ്പമില്ല,
പടം അഭിപ്രായം പറയാൻ 4-5 ദിവസം കഴിയുമ്പോൾ അതിന് ഓഡിയൻസ് കൂടി വന്ന് തിയേറ്ററിൽ കുറേ നാൾ അത് കളിക്കും. ഇന്നിപ്പോൾ അതില്ലല്ലോ. 1-2 ദിവസം കഴിയുമ്പോഴേക്കും തിയേറ്ററിൽ ആളില്ലെങ്കിൽ അത് സിനിമ എടുത്ത് മാറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്ലക്സിലൊക്കെ ഷോയുടെ എണ്ണം കുറയും. രാവിലെ 9 മണിക്ക് മനുഷ്യന്മാർ സിനിമ കാണാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഷോ കിട്ടിയിട്ട് ഇങ്ങനത്തെ പടങ്ങളൊന്നും ഓടില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് ആണ്. അല്ല, ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സംഭവം, അതായത് മ്യൂസിക് റൈറ്റ്സിന്റെ പേരിൽ ഇപ്പോൾ സാറോ അന്നത്തെ ചോയ്സ് ആയിട്ടുള്ള അന്നത്തെ താരതമ്യേന പുതിയ ചോയ്സുകളാണ് വിധു പ്രധാന പോലെയാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ കാസറ്റ് കമ്പനികൾ പറഞ്ഞു ഇവരെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബിസിനസ് ആക്കുമെന്ന് ചോദിച്ചിട്ടുള്ള സംഭവമൊക്കെ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല ശരിക്കും? ഇല്ല, അത് നമുക്കൊരു വലിയൊരു ബാധ്യതയായിട്ടൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ വലിയ ഹിറ്റ് പാട്ടുകളുണ്ടായിരുന്നു. അന്നത്തെ മ്യൂസിക് കമ്പനികൾ ഇപ്പോൾ അന്നുണ്ടായിരുന്ന ഏറ്റവും ജോണി സാഗരിക, കബീർ സർഗം, ഓഡിയോസ്, ഇവരൊക്കെയാണ് എൻ്റെ പടങ്ങൾ കൂടുതൽ എടുത്തിട്ടുള്ള ആൾക്കാർ. അവർ എൻ്റെ സിനിമയാണെങ്കിൽ അതിൽ നല്ല പാട്ടുണ്ടാവും, അതുകൊണ്ട് അവരത് എടുക്കാൻ വരും. അല്ലാണ്ട് ഇന്നയാൾ പാടണമെന്നൊന്നും അവരൊരിക്കലും ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെന്താ വെച്ചാൽ മോഹൻ സിതാരയാണ് അതിന് മ്യൂസിക്. മോഹൻ സിതാര എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് പുതിയ ആൾക്കാർ അഭിനയിക്കുന്ന പടമില്ല, അപ്പോൾ പുതിയ യങ് വോയിസ് വരണം. കാരണം അല്ലാണ്ട് ദാസേട്ടൻ തന്നെ എല്ലാ പാട്ടും പാടിക്കഴിഞ്ഞാൽ ഒരു കോളേജ് പിള്ളേരൊക്കെ പാടുമ്പോൾ അതിനനുസരിച്ചുള്ള ശബ്ദം വേണം, അപ്പോൾ നമുക്ക് പരീക്ഷിക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ചില പാട്ടുകൾ ദാസേട്ടൻ തന്നെ പാടണമെന്ന് ചില മ്യൂസിക് കമ്പനിക്ക്, കാരണം ദാസേട്ടൻ്റെ ഒരു പാട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അന്ന് മ്യൂസിക് കാസറ്റ് വിറ്റുപോകും. ആൽബം അത്രയും ഒരു സെയിൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഇന്നിപ്പോൾ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചാൽ OTT ബിസിനസ് നടക്കുമെന്ന് പറഞ്ഞ മാതിരി ഒരു ഓഡിയോ കച്ചവടം, എന്നാൽ ഇതല്ലേ കാസറ്റ് അല്ലേ, കാസറ്റ് കച്ചവടമാണെന്നുണ്ടെങ്കിൽ യേശുദാസിൻ്റെ ഒരു പാട്ടെങ്കിലും വേണം എന്നുള്ളൊരു നിർബന്ധമുള്ള കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാസേട്ടൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, എൻ്റെ അമ്മ എന്നുള്ളൊരു പാട്ട് ദാസേട്ടനാണ് പാടിയത്. ബാക്കിയെല്ലാം പുതിയ പിള്ളേരെ കൊണ്ട് ആ എന്താ പറയുക സീനും അല്ലെങ്കിൽ ആ പാട്ടിന് പറ്റുന്ന വോയിസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് വിധു പ്രതാപൻ, അഫ്സൽ, ഫ്രാങ്കോ ഒക്കെ പാടിയത് അതിൻ്റെ. അല്ല, ഇപ്പോൾ ഈ മ്യൂസിക്കൽ തോട്ട് തന്നെയാണ് ശരി? അല്ല, അങ്ങനെ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാസാഗറിലേക്ക് എത്തിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിദ്യാസാഗറായിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഔസേപ്പച്ചൻ മ്യൂസിക് ചെയ്തതിൻ്റെ പടങ്ങൾ. ഇപ്പോൾ ഉണ്ണികളൊരു കഥ പറയാൻ വിദ്യാസാഗർ ഇത് വായിക്കാൻ വന്നിട്ടുണ്ട്, ഓർക്കസ്ട്ര. അതിൽ പിന്നീട് ഉള്ളടക്കം എന്ന് പറഞ്ഞ പടം വന്നു കഴിഞ്ഞപ്പോൾ ഔസേപ്പച്ചനെ അസിസ്റ്റ് ചെയ്തത് വിദ്യാസാഗറാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു പേഴ്സണലായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് മുമ്പേ കഴിഞ്ഞിട്ട് അഴകിയ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയൊരു മ്യൂസിക് ഡയറക്ടറെ പരീക്ഷിക്കുക എന്നൊക്കെയുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ ആരെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ മമ്മൂക്കയായിട്ട് ഇങ്ങനെ വെറുതെ ഡിസ്കസ് ചെയ്തപ്പോൾ മമ്മൂക്കയുടെ ഒരു തെലുങ്ക് പടത്തിൽ അപ്പോൾ അന്ന് വിദ്യാസാഗർ മ്യൂസിക് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ചോദിച്ചു, തനിക്ക് വിദ്യാസാഗർ എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഔസേപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് നല്ല പേഴ്സണലായിട്ട് നല്ല ബന്ധമുണ്ട്. അയാളിപ്പോൾ എൻ്റെ ഒരു തെലുങ്ക് പടം ചെയ്തിരുന്നു, നല്ല മ്യൂസിക് ഡയറക്ടറാണ്, അതിൽ നല്ല പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വിദ്യാസാഗറൊക്കെ നമുക്ക് എനിക്ക് നല്ല അടുപ്പമുള്ളതാണ്, നമുക്കെന്നാൽ വിദ്യാസാഗറിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അപ്പം തന്നെ വിദ്യാസാഗറിനെ വിളിച്ചു. വിദ്യാസാഗർ വളരെ ഹാപ്പി, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ മീറ്റ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് വിദ്യാസാഗറിനെ സംബന്ധിച്ചോളം മലയാളത്തിൽ പടം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ തെലുങ്കിൽ പടം ചെയ്യുന്നുണ്ട്, തമിഴിൽ പടം ചെയ്യുന്നുണ്ട്. തമിഴിൽ ഭയങ്കര ഹിറ്റായ മലരെ എന്നുള്ള പാട്ടൊക്കെ അപ്പോഴേക്കും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാസാഗർ ഭയങ്കര എക്സൈറ്റഡ് ആയി മലയാളത്തിൽ. കാരണം വിദ്യാസാഗറിൻ്റെ ഫാദർ ഒരുപാട് മലയാളം പടങ്ങളിൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മലയാള സിനിമയായിട്ടും അന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ട് നല്ല ബന്ധമുള്ള, അപ്പോൾ മലയാളം പാട്ടുകളായിട്ട് വിദ്യാസാഗറിന് നല്ല പരിചയമുണ്ട്. അങ്ങനെയാണ് വിദ്യാസാഗർ വരുന്നത്. എന്നെ സംബന്ധിച്ചോളം വിദ്യാസാഗർ പിന്നെ കുറേ പടങ്ങൾ ചെയ്ത് എല്ലാ പാട്ടുകളും വലിയ ഹിറ്റ് ആവുകയും ചെയ്തു. ഇല്ല, ഇപ്പോൾ മമ്മൂക്ക പിന്നീട് പറഞ്ഞിട്ട് ഈ അഴകിയ രാവണൻ ശരിക്കും പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ശരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ശരിക്കും സിനിമ അഴകിയ രാവണൻ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ വന്നു. മഴയത്തുമ്പ വലിയ ഹിറ്റായി, മഴയത്തുമ്പയുടെ അത്രയും ഓടിയില്ല എന്നുള്ളതായിരുന്നു ചിന്ത. അല്ലാതെ അത് ഒരിക്കലും ഒരു പരാജയ സിനിമയായിരുന്നില്ല. പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം നല്ല പൈസ കിട്ടിയ സിനിമയാണ്. പക്ഷേ കമ്പാരിസൺ മഴയത്തുമ്പ ഇപ്പോൾ ഏകദേശം ഒരു 100 കോടി പ്രൊഡ്യൂസർക്ക് നല്ല ലാഭം കിട്ടി. ആ രീതിയിൽ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ സിനിമ എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ പറയില്ലേ, പല രീതിയിലുള്ള ഹിറ്റ് ചാർട്ട് ഉണ്ടാക്കി. ചിലത് ഹിറ്റ്, ചിലത് സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ സൂപ്പർ ഹിറ്റ് എന്നുള്ള ഒരു ചാർട്ടിലായിരുന്നു മഴയത്തുമ്പേ വന്നത്. അഴകിയ രാവണൻ ഹിറ്റ് എന്നുള്ളത്. അപ്പോൾ ഹിറ്റ് എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തോ കുറഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് എല്ലാവരും പറഞ്ഞ് പടം ഓടിയിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെയില്ല, പ്രൊഡ്യൂസറെ സംബന്ധിച്ചോളം വളരെ ഹാപ്പിയായിരുന്നു. പിന്നീട് അത് ടെലിവിഷനിലും വന്ന് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊരു കൾട്ട് സിനിമയായി മാറി. മഴയത്തുമ്പേനേക്കാളും കൾട്ട് സിനിമയായിട്ട് അതിലെ സിനിമ ഡയലോഗുകളും കാര്യങ്ങളും സീനുകളൊക്കെ മാറി. ഇപ്പം ഈ പറഞ്ഞ മമ്മൂക്കേനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും രാപ്പകലിലെ മറ്റേ ഈ ഫോട്ടോ എടുക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ശരിക്കും അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്താ ശരിക്കും? അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയ സീനാണ്? ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ അത് സിറ്റുവേഷനൊക്കെ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം, നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചാളാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് അപ്പോൾ പുള്ളിയുടെ ഒരു ചില ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലയിടത്തുനിന്നും എന്താ പറയുക നിഷ്കാസിതനാകാന്ന് പറയില്ല നമ്മൾ, പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പുള്ളിയുടെ ഒരു നിസ്സഹായത, മമ്മൂക്കാട് ഒരു ബ്രാൻഡ് ആക്ടിങ് എനിക്ക് പല സിനിമകളിലും തോന്നുന്നുണ്ട്. മനോഹരമായിട്ട് അത്തരം അവസ്ഥയിലുള്ള ഒരു ഇത് നമുക്കൊക്കെ അറിയാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂക്കാനെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു സ്വന്തമായിട്ട്. മമ്മൂക്കയുടെ എന്താ എക്സ്പ്രഷൻ എന്താ വരുന്നത് അതങ്ങ് ചെയ്യുക, എത്ര ലെങ്ത്തിലായാലും കുഴപ്പമില്ല എന്നുള്ളത് വെച്ചാൽ മമ്മൂക്കോട് പറഞ്ഞു. നമുക്ക് ഒക്കെ ടേക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങിൽ അതുണ്ട്. നമുക്കറിയാം പല സിനിമയിലും ഇതിൻ്റെ വേറെ രീതിയിലൊക്കെ ഉള്ള വേഷം കണ്ടിട്ടുണ്ട്. അതുപോലെ രാപ്പകൽ കുറേ സീനുണ്ട്. കാരണം ഇപ്പം നമുക്ക് പറയില്ല, നമ്മൾ മാസ് ഹീറോ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കൈയടിക്കുന്നത് എന്തിനാണ് കൈയടിക്കുന്നത്, ഫൈറ്റ് ചെയ്തിട്ട് സക്സസ് ആകുന്നതാണ്. പക്ഷേ രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്, ഇൻ്റർവെല്ലിന് നമുക്ക് കരഞ്ഞപ്പോൾ ക്ലാപ്സ് ആയിരുന്നു. അപ്പോൾ ഒരു ആക്ടർ കരയുമ്പോൾ ക്ലാപ്പ് ചെയ്യണത് എനിക്ക് തോന്നുന്നത് അപൂർവമായിട്ടുണ്ടാവുള്ളൂ. അത് നമുക്ക് കിട്ടിയൊരു സംഭവമാണ്. നമുക്ക് അടി കൊണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഉറങ്ങണ സ്ഥലത്ത് വന്നിരുന്നിട്ട് വല്ലാതെ വിഷമിച്ചിട്ട് കരയുന്ന ഒരു സീനാണ്. ക്ലാപ്പ് ആൾക്കാർ ഓഡിയൻസ് കംപ്ലീറ്റ് മമ്മൂട്ടി ഫാൻസ് മുഴുവൻ കൈയടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ. അയാൾക്ക് മാസും ചെയ്യാനറിയാം, ഇപ്പുറത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളും ചെയ്യാനറിയാം. അല്ല, ഇപ്പൊ കാതലൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയിലെ ഹീറോസൊക്കെ സംസാരിച്ച മമ്മൂക്കയുടെ സെലക്ഷനെ കുറിച്ചാണ് എപ്പോഴും സംസാരിച്ചത്. അതായത് മമ്മൂക്കയുടെ സെലക്ഷന് പണ്ടും സാറ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പെക്യുലാരിറ്റി എന്താ ഭയങ്കരമായിട്ട്? അല്ല, അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ എന്താ പറയുക പരിമിതികളും അറിയാം, പുള്ളിയുടെ സാധ്യതകളും അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്താൽ ആണ് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പിന്നെ ചില ഇമേജുകളെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് പുള്ളി എന്നും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മാസ് സാധനങ്ങൾ മാത്രം ചെയ്തിട്ട് ഹീറോ ആയിട്ട് നിലനിൽക്കണമെന്ന് പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത്. അതാണ് കാതലിലെ ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ പുള്ളിക്കറിയാം അത് ഏത് രീതിയിൽ ഓഡിയൻസെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിലും ഇതേപോലെ രാപ്പകലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീനുണ്ടല്ലോ, എല്ലാം തകർന്നിട്ട് ഈ ഭാര്യനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു സീൻ. അത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ത്യൻ സ്ക്രീനിൽ മമ്മൂട്ടിയല്ല വേറൊരു ആക്ടറാണ് ആ സീൻ, ആ ഡയലോഗ് പറയണമെങ്കിൽ എന്തായിരിക്കും തിയേറ്ററിലുള്ള റിയാക്ഷൻ? ആൾക്കാർ തരിച്ചിരുന്നു പോയില്ലേ? അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പുഴുവിലെ ക്യാരക്ടർ പുള്ളി തിരഞ്ഞെടുക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ്. ആ രീതിയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് പുള്ളി സന്നദ്ധത കാണിച്ചു എന്നുള്ളതാണ്. ഇതൊരു 5-6 കൊല്ലം മുമ്പ് ഞങ്ങളിങ്ങനെ നമ്മളെ സ്വകാര്യ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പറയുമായിരുന്നു, നമുക്ക് അങ്ങനത്തെ ക്യാരക്ടറിലേക്കൊക്കെ മാറേണ്ട കാലമായി എന്ന് നമ്മൾ പറയും. ഇപ്പോൾ പോക്കിരി രാജയൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, മമ്മൂട്ടിയോട് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവർ. അന്ന് ഈ അമിതാഭ് ബച്ചനൊക്കെ അങ്ങനെ ചില വേഷങ്ങളൊക്കെ ചെയ്യണ കാണുമ്പോൾ ഇപ്പോൾ മെച്ചൂർഡും പ്രായോ അല്ലെങ്കിൽ മറ്റെല്ലാ ഇമേജുകളും ബ്രേക്ക് ചെയ്തുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ഇങ്ങനെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ പറയുമായിരുന്നു. പക്ഷെ അത് നമുക്ക് കറക്റ്റ് ടൈമായി കഴിഞ്ഞപ്പോൾ അത് തിരഞ്ഞെടുത്തു, അങ്ങനെ ഒരു ഇതിലേക്ക് മാറി. അതിപ്പോൾ മോഹൻലാലും സ്വാഭാവികമായിട്ടും തിരിച്ചറിയുന്നുണ്ട്. മോഹൻലാലിൻ്റെ സിനിമകളും അടുത്ത ഭാവിയിൽ അങ്ങനെയുള്ള സിനിമകളായിരിക്കും. അപ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവരുടെ പൊട്ടൻഷ്യൽ കൂടുതൽ വരിക. എത്ര സിനിമയിൽ അവർ ഈ മാസ് കാണിക്കാം. ഇപ്പോൾ തമിഴിലൊക്കെ നമ്മൾ ചില സ്റ്റാർസൊക്കെ വെച്ചാൽ ഈ മാസ് കൊണ്ട് മാത്രം ജീവിക്കുന്ന താരങ്ങളുണ്ട്. അവർ വേറെ എന്ത് ചെയ്താലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഹീറോസിന് അതില്ലല്ലോ. ഇപ്പോൾ മമ്മൂട്ടിക്കായാലും മോഹൻലാലായാലും മാസ് ചെയ്താൽ മാത്രമേ ഓഡിയൻസ് സ്വീകരിക്കുന്നുള്ളൊരു ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ പറ്റും, ഏത് ടൈപ്പ് ക്യാരക്ടറും ചെയ്യാൻ പറ്റും. അല്ല, ഇപ്പോഴും സാറിൻ്റെ ഇപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഇപ്പോൾ ചില ഡയറക്ടേഴ്സിന് ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സാറിന് അങ്ങനത്തെ ഒരു ചട്ടക്കൂടിൽ അല്ലെങ്കിൽ അങ്ങനെ നിർത്താൻ പറ്റാത്ത ഒരാളാണ്. കാരണം സാർ തൊട്ടതൊക്കെ അങ്ങനത്തെ ഒരു ജോണർ. ശരിക്കും സാറിന് ഇഷ്ടപ്പെട്ട ഒരു ജോണർ ഏതാണ്? എനിക്കിഷ്ടപ്പെട്ട ജോണർ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഒന്ന് അധികം വയലൻസോ അല്ലെങ്കിൽ ആക്ഷനോ ഉള്ള സിനിമകൾ ചെയ്യാൻ എനിക്കറിയില്ല. ഇഷ്ടമില്ലാണ്ടല്ല, എനിക്കറിയില്ല. അങ്ങനെ സിനിമകൾ ചെയ്യുമ്പോഴും ഞാൻ സത്യത്തിൽ ഒരു വല്ലാത്തൊരു ഇതിലേക്ക് പെടും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ പെടും. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകില്ല, ഞാൻ അത്തരം സിനിമകൾ ചെയ്യില്ല. അല്ലാത്തത് എന്തും ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം അങ്ങനത്തെ സിനിമകളെല്ലാം ഇപ്പോൾ ഹ്യൂമർ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനത് രസിക്കുന്ന ഒരാളാണ്. അതേസമയം ഭയങ്കര ഇമോഷണലായിട്ട് വളരെ ഇൻഡെപ്തായിട്ടുള്ള ഇമോഷണലായിട്ടുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും അറിയാണ്ട് എൻ്റെ കണ്ണൊക്കെ അറിയാറുണ്ട് അത്തരം സിനിമകൾ കാണുമ്പോൾ. എൻ്റെ സിനിമകളല്ല, അല്ലാത്ത സിനിമകൾ കാണുമ്പോഴും എൻ്റെ കണ്ണൊക്കെ അറിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇമോഷണൽ സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പല രീതിയിലും സമീപിച്ചിട്ടുണ്ട്. ബേസിക്കലി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് കഥ പറയാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കാം ആ ജോണറിലുള്ള സിനിമ ചെയ്യാന്നുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത, എനിക്കറിയാൻ പറ്റാത്ത സാധനങ്ങളിലേക്ക് ഞാൻ അധികം ഇത് കൊടുക്കാറില്ല. പിന്നെ ടെക്നിക്കൽ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാശ് ചിലവാക്കി സെറ്റ് ഇട്ട് വലിയ എന്താ പറയുക ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഷോട്ടുകൾ എടുക്കുമ്പോൾ അത് എന്തിന് എന്നുള്ള ചോദ്യം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം നമുക്ക് സ്ക്രീനിൽ അത് കാണിക്കേണ്ട ആവശ്യമുണ്ടെങ്കിലല്ലേ കാണിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ കഥ പറയാൻ നമുക്ക് ഇതൊക്കെ പോരെ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. കാരണം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പ്രൊഡ്യൂസറെ പൈസ പോവുകയും ചെയ്യും. ഞാൻ ഭയങ്കര പലരും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു പദം പ്രയോഗമുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഡയറക്ടറെ കുറിച്ച് ഒരു ഗംഭീര ടെക്നീഷ്യനാണെന്ന്.
അങ്ങനെ ഒരു ഡയറക്ടറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിനൊരു അസ്വസ്ഥത ഉണ്ടാക്കണം. എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം അയാളൊരു മികച്ച കലാകാരനാണെന്നല്ലേ പറയുന്നത്. അല്ലാണ്ട് ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഇത് അങ്ങനത്തെ ജോലി ചെയ്യല്ലല്ലോ. ടെക്നിക്കലായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളല്ലല്ലോ സംവിധായകൻ. ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. കഥ പറയാൻ വേണ്ടി ടെക്നോളജി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ടെക്നിക്ക് കാണിക്കുന്ന ആളാവരുതല്ലോ. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. പല സംവിധായകരും തെറ്റിദ്ധരിച്ച് ഭയങ്കര ടെക്നോളജി കാണിക്കുന്നതാണ് മികച്ച സംവിധായകൻ. അപ്പോൾ നമ്മൾ പഴയ വലിയ തമിഴ് സിനിമയുടെ ഡയറക്ടർമാരെ തന്നെ അങ്ങനെ പറയാറില്ല. അവരെ കുറിച്ച് പറയുന്നത് ഭയങ്കര ടെക്നീഷ്യൻ, ഭയങ്കര ഫിലിം മേക്കറാണെന്നത്. അങ്ങനെ വലിയ ഫിലിം മേക്കറായിട്ട് എനിക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നില്ല. കാരണം ഫൈറ്റ് ആരാ ചെയ്യുന്നത്? ഫൈറ്റ് മാസ്റ്ററല്ലേ ചെയ്യുന്നത്. അതിൻ്റെ എന്തെങ്കിലും ബ്രില്യൻസ് ഉണ്ടെങ്കിൽ അവർക്കല്ലേ കൈയടിക്കേണ്ടത്, അല്ലാണ്ട് അതിൻ്റെ ഡയറക്ടർക്കല്ലല്ലോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അല്ല, എപ്പോഴും ഈ സാറ് ശരിക്കും പറയും, നമ്മളീ പറയുക ടെക്നിക്കലി പറയില്ലെങ്കിലും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതിൽ സാറ് ചെയ്തിട്ടുള്ള ഏറ്റവും റിസ്ക് എടുത്തിട്ടുള്ള സിനിമ ഏതായിരുന്നു? സെല്ലുലോയിഡ് ആയിരിക്കും. അല്ല, ടെക്നിക്കലായിട്ട് ഞാൻ എല്ലാ സിനിമയിലും മാക്സിമം ആ കാലത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി സിനിമയിൽ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും ചെയ്യാതിരുന്നില്ല. ഞാൻ പറഞ്ഞു തന്നാണ്. ഇപ്പം ഞാൻ ആയുഷ്കാലത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. അന്നിപ്പോൾ VFX ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുമായിരുന്നു. അതിനോട് ഞാൻ മുഖം തിരിക്കുന്ന ഒരാളല്ല. ഞാനതാണ് പറഞ്ഞത്. കാരണം എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ അക്കേല ക്രെയിൻ ഇറങ്ങിയ സമയത്ത്, അക്കേല ക്രെയിൻ അറിയാലോ, വലിയ ക്രെയിനായിരുന്നു. അത് സൗത്തിൽ വന്ന് മണിരത്നത്തിൻ്റെ സിനിമകളിലാണ് ആദ്യം നമ്മളിത് കാണുന്നത്. മണിരത്നത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇത് കാണാൻ വേണ്ടി തന്നെ പോയിട്ടുണ്ട് ഞാനൊക്കെ. കാരണം ഇത് വലിയ സംഭവമല്ലേ, ക്യാമറ ഇങ്ങനെ അത്രയും ഹൈറ്റിൽ പോകുന്നു, ഇങ്ങനെ ചുറ്റി കറങ്ങാന്ന്. പക്ഷേ ഞാൻ സ്വപ്നം കൂടി എടുക്കുന്ന സമയത്ത് എനിക്കത് ആവശ്യമാണെന്ന് തോന്നി. ഞാൻ പോണ്ടിച്ചേരിയിൽ അത് വരുത്തി ഞാൻ ഷൂട്ട് ചെയ്തു. സോങ് ഒക്കെ എടുക്കാനായിട്ട് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. അന്നിപ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച്, ഞാനിപ്പോൾ മഞ്ഞുവല്ലൊരു പെൺകുട്ടി എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്യാനായിട്ട് പാരീസിൽ സോങ് എടുക്കാൻ പോകും. അന്ന് ഞാൻ എൻ്റെ ക്യാമറാമാനോട് പറയായിരുന്നു, ഒരു ഹെലികോപ്റ്റർ നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഐഫൽ ടവറിൻ്റെ മുകളിൽ കൂടി ക്യാമറ ഇങ്ങനെ സഞ്ചരിച്ച് വരണേക്ക് എടുത്തുള്ളൂ. ഐഫൽ ടവർ എന്ത് രസമായിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. നമുക്കന്ന് ഹെലികോപ്റ്ററൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. നമ്മൾ സാധാരണ ക്യാമറയും കൊണ്ടുപോയിട്ട് താഴെ ക്യാമറ വെച്ചിട്ട് ഐഫൽ ടവറിൻ്റെ എഡ്ജ് മാത്രമേ നമ്മൾ കാണുള്ളൂ. നമ്മൾ കുറേ ദൂരം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഐഫൽ ടവർ വെച്ചിട്ടാണ് നമ്മൾ ഷോട്ട് എടുത്തത്. ഇന്നായിരുന്നെങ്കിലും നമ്മൾ ഈ പറയുന്ന ഇത് കൊണ്ടുപോയിട്ട് ഹെലിക്യാം ഉണ്ടല്ലോ, ഹെലിക്യാമൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ. ഈ പച്ചക്കുതിരയിൽ ബ്ലാസ്റ്റ് ചെയ്യുന്നത് ശരിക്കുള്ള പമ്പാണോ? ബോംബ് ബ്ലാസ്റ്റ്. അല്ല, പച്ചക്കുതിരയിൽ ഒരു സീൻ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ദിലീപ് വന്നിട്ട് സ്വിച്ച് ആക്കുമ്പോൾ. അതെ. അല്ല, അത് സിനിമയ്ക്ക് നമ്മൾ ഒരിക്കലും ഒറിജിനൽ ബോംബല്ല. സിനിമക്ക് ബോംബ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് മദ്രാസിലൊരു ഗൺ രാജേന്ദ്രനുണ്ട്. ജോഷിയുടെ പടങ്ങളിൽ സ്ഥിരമായിട്ട് ഗണ്ണൊക്കെ സപ്ലൈ ചെയ്യുക, ബോംബ് പൊട്ടിക്കുക, അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് മദ്രാസിലൊക്കെ. ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ സിനിമയിൽ ബോംബ് പൊട്ടുന്നു, നായകൻ ഓടുമ്പോഴും അവിടെ ഇവിടെയൊക്കെ കുഴി ബോംബൊക്കെ പൊട്ടുന്നതൊക്കെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എക്സ്പേർട്ടുകളുണ്ട്. ആ ഗണ്ഡേന്ദ്രൻ വന്നിട്ടാണ് അത് ചെയ്തത്. അതിലും ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട് അതിൻ്റെ. അതിപ്പം നമ്മളെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ രാക്ഷസി എന്നുള്ള പാട്ട്, അതിൻ്റെ അവസാനത്തിൽ ആ രാക്ഷസിൻ്റെ വേഷം കെട്ടിയ അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത് ഈ ഗണ്ഡേന്ദ്രനെ വിളിച്ചു വരുത്തിയിട്ട് കറക്റ്റ് ടൈം ഇത് പൊട്ടൂല. ഒന്നുകിൽ ആ മ്യൂസിക് ഉണ്ട്, ഓടി വന്നിട്ട് പിള്ളേരുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ടൈമിലുണ്ട് 4 പാവ ഉണ്ടാക്കിയിട്ട് 4 പ്രാവശ്യം പൊട്ടിച്ചിട്ടുണ്ട്, അത് കറക്റ്റായത്. അപ്പോൾ അങ്ങനെയൊക്കെ തമാശകൾ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ പടത്തിലൊന്നും അങ്ങനെ ബോംബ് പൊട്ടണമെന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ല, ഈ നമ്മളെ പറ്റി പറയുമ്പോഴേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ സീക്വൻസ് ഉണ്ടല്ലോ, ഇവര് റിയലൈസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഇവർ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പുറകിലാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പിറ്റേ ദിവസമാണ് കോളേജിൽ വരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന സംഭവമാണ്, ഇവർ ഇത്രയും സംഭവങ്ങളായിട്ട് പിറ്റേ ദിവസം ഒരു കോളേജിൽ പോയെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ശരിക്കും അത് ഒരു പിറ്റേ ദിവസം പോകുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ പോകുന്ന ഒരു ഇതായിട്ട് അവർ പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കഥാപാത്രങ്ങൾ. തീർച്ചയായിട്ടും. കാരണം അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയപ്പോൾ അപ്പം അവർക്കൊരു വിഷമം തോന്നിയെങ്കിലും അവരത് റിയലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല ആ കഥാപാത്രങ്ങൾ. കാരണം ഞങ്ങളിങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. വെക്കേഷൻ സമയത്ത് 2 മാസം ഒരു പണിയെടുത്ത് കുറേ കാശുണ്ടാക്കി വന്ന് പിന്നെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർ. തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നതാണ്. നമ്മൾ പടം തുടങ്ങുമ്പോൾ കാണിക്കണല്ലേ. അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് അത് എന്താ പറയുക, ലാവിഷായിട്ട് ജീവിക്കുന്ന 2 പിള്ളേരായിട്ടാണ് നമ്മളതിനെ വെച്ചത്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ അകത്ത് കുറവായിട്ടൊന്നും അവർക്ക് തോന്നണില്ല, അഭിമാനക്ഷതം ഇല്ല അവർക്ക്. അതുകൊണ്ട് പിന്നെ കോളേജിൽ അവരത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടിച്ചുപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ അവർ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അത് ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ബിഫോർ കങ്ങളോട് ഇപ്പോൾ സാറിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ആളുകൾ എപ്പോഴും ഉറ്റുനോക്കാറുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയം റിലേറ്റ് ചെയ്തിട്ട് സാറിനൊരു ബയോപിക് ചെയ്യാൻ ശരിക്കും ആഗ്രഹമുണ്ട്, ഒരു ബയോഗ്രഫിക്കൽ മൂവി? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ പുറത്ത് പറയാനായിട്ട് ആയിട്ടില്ല. അങ്ങനെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ല, റിയൽ ആയിട്ടുള്ളൊരു ബയോപിക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പ്രാഥമിക ആലോചനയൊക്കെ ആയിക്കഴിഞ്ഞു. സ്ക്രിപ്റ്റൊക്കെ ആയിക്കഴിയുമ്പോൾ അപ്പോഴത്തെ ഇന്ത്യയുടെ സാഹചര്യം നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ അപ്പം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വരും.
അങ്ങനത്തെ സമയമാകുമ്പോൾ നോക്കാം. അതൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമാണ്. വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷെ ഇതുവരെ സാർ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്സ് വരെ സിനിമകൾ ചെയ്തിട്ടില്ല. ഇല്ല, അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടുണ്ടോ ഇതിന്റെ കാലയളവിലൊക്കെ? പല സമയത്ത്, ഇപ്പോഴൊന്നുമല്ല, മുമ്പും ഞാൻ ആലോചിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പ്രായോഗികമായ തലത്തിൽ വരുമ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ പ്രൊഡ്യൂസറെ കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസർമാർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അങ്ങനത്തെ സിനിമയില്ലാണ്ട് വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നടക്കാതെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പോഴത്തെ ഒരു നടന്മാരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള എൻട്രികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കൊരു മന്ത്രിയായിട്ടൊരു നടനുണ്ട്, MLA ആയിട്ടൊരു നടനുണ്ട്. സാർ അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? ജനങ്ങളിൽ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അല്ല, അതൊക്കെ നല്ലതല്ലേ. ഇപ്പോൾ ഗണേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗണേഷിൻ്റെ ഫാദർ രാഷ്ട്രീയത്തിലുണ്ടായി, അങ്ങനെ ഒരു തുടർച്ചയായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന ആളാണ്. മുകേഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുകേഷിൻ്റെ ഫാദർ പൊളിറ്റിക്സിലേക്ക് ഉണ്ടായിരുന്നു. മുകേഷ് അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ അധികം ഇടപെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊല്ലം പോലുള്ളൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം, ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫാദറിൻ്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് മുകേഷ് നല്ലൊരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്, അല്ല ഇടതുപക്ഷം അന്ന് അങ്ങനെ ഒരു സീറ്റ് കൊടുക്കുകയും പുള്ളി 5 വർഷം നല്ല സക്സസ്ഫുൾ MLA ആയതുകൊണ്ടാണ് അതിനൊരു തുടർച്ച ഉണ്ടായിട്ട് വീണ്ടും MLA ആയത്. ഇന്നസെൻറ്റും അതേപോലെ തന്നെയാണ്. ഇന്നസെൻറ്റ് പണ്ട് മുതലൊരു ഇടതുപക്ഷ ചായവുള്ള ഒരാളായിരുന്നു. ഇരിഞ്ഞാലക്കുട പോലൊരു മണ്ഡലത്തിൽ ഇന്നസെൻറ്റിനെ പോലെ ഒരാൾ നിന്നാൽ ജയിക്കും എന്നുള്ളത് തോന്നൽ വന്നപ്പോഴാണ് ഇടതുപക്ഷം ഇന്നസെൻറ്റിനെ പരിഗണിച്ച് അദ്ദേഹം ജയിച്ചു. അദ്ദേഹം സക്സസ്ഫുൾ MP ആയി മാറി. അപ്പോൾ നടന്മാർക്ക് രാഷ്ട്രീയം പാടില്ലാന്നോ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയത്തിൽ വരണ്ടെന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് അവരുടേതായ ഇതുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. നമുക്കറിയാലോ, ഇപ്പോൾ ജഗദീഷൊക്കെ മത്സരിച്ചിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിയുടെ സാർ എങ്ങനെ കാണുന്നത് ഈ ഒരു പൊതുവെയുള്ളൊരു ട്രെൻഡ് വെച്ചിട്ട് നോക്കുമ്പോൾ? ഒരു BJPയോട് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പലയിടത്തും പോസ്റ്റുകൾ കാണുന്നുണ്ട്, പല അപ്രോച്ചുകളും കാണുന്നുണ്ട്. അതിന് സാറ് നോക്കി കാണാറുണ്ടോ ഇങ്ങനെ? അല്ല, തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും ജനസ്വാധീനമുള്ളൊരു ആൾ തന്നെയാണ്, ഒരു ആക്ടറാണ്. അദ്ദേഹം എന്താ പറയുക, നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം. പക്ഷെ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ട് തൃശ്ശൂർ അത്രമാത്രം വോട്ട് പിടിക്കുമായിരിക്കും. കാരണം സുരേഷ് ഗോപിക്കുള്ള ഈ പറയുന്ന ജനസ്വാധീനവും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാരണം അദ്ദേഹം വോട്ട് പിടിക്കുമായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വോട്ട്, നമ്മൾ എന്ത് ആരാധന ഉണ്ടെങ്കിലും എന്ത് താല്പര്യം ഉണ്ടെങ്കിലും അവസാനം നമ്മൾ ബാലറ്റ് പേപ്പറിൻ്റെ മുമ്പിൽ വരുമ്പോൾ മലയാളിക്കുള്ളൊരു സ്വഭാവമുണ്ട്. അവൻ രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനെ കാണും. കാരണം ഇയാളെ ജയിപ്പിച്ചാൽ എന്തായിരിക്കും, എൻ്റെ ഒരു വോട്ട് കൊണ്ട് ഇയാളാണോ ജയിക്കേണ്ടത് മറ്റേയാളാണോ ജയിക്കേണ്ടത്, ഒരു ചോയ്സ് മലയാളി എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടെ രാഷ്ട്രീയം ഇങ്ങനെ നിൽക്കുന്നത്. മറ്റൊരു പരിഗണന ഉണ്ടാവില്ല. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയം ഉണരുകയും ആ രാഷ്ട്രീയമായിട്ട് യോജിക്കുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് മലയാളി കൂടുതലായിട്ട് എടുക്കുന്നത്. അവിടെ എത്തുമ്പോൾ തൃശ്ശൂർ ആര് പിടിക്കുന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്.